തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ആദ്യഘട്ടമായി ചൊവ്വാഴ്ച വോട്ടെടുപ്പ് നടന്നത്. രണ്ടാം ഘട്ട വോട്ടെടുപ്പും കഴിഞ്ഞതോടെ സംസ്ഥാനത്ത് 14 ജില്ലകളിലെയും തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി മനോജ് മയിൽ ചേർന്നു. മനോജ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളം വിധിയെഴുതിയിരിക്കുന്നു. നമുക്ക് പൂർണ്ണമായും എത്ര പോളിംഗ് ശതമാനം ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്നാലും ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്ഷണത്ത് കേരളം വിധി എഴുതി കഴിഞ്ഞു. ജില്ലയിൽ 76% പേർ വോട്ട് രേഖപ്പെടുത്തി എന്നാണ് ഇപ്പോൾ 6 മണിയോടുകൂടി ലഭിക്കുന്ന വിവരം. 74.72 എന്നാണ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. 76% എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് ലഭിച്ച വിവരം. എന്തായാലും വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണെങ്കിൽ കൂടി സംസ്ഥാന രാഷ്ട്രീയമടക്കം ചർച്ച ചെയ്ത ആ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. അങ്ങനെ ഈ രാഷ്ട്രീയമായ ഒരു വോട്ടെടുപ്പ് കൂടിയായി മാറുന്ന സാഹചര്യമാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. എന്തായാലും കണ്ണൂർ കോർപ്പറേഷനിൽ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കുറയും എന്നുള്ള ഒരു സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. കണ്ണൂർ കോർപ്പറേഷനിൽ നിലവിൽ 68% പേർ വോട്ട് രേഖപ്പെടുത്തി എന്നാണ് കണക്ക് വന്നിട്ടുള്ളത്. കഴിഞ്ഞ തവണ അത് 70% മുകളിലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണത്തേതിലും പോളിംഗ് ശതമാനത്തിൽ അല്പം കുറയാനാണ് കണ്ണൂർ കോർപ്പറേഷനിൽ സാധ്യത. അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റികളിൽ സമാനമായ കഴിഞ്ഞ തവണത്തേതിന് സമാനമായ പോളിംഗ് നടന്നിട്ടുണ്ട്. തളിപ്പറമ്പിൽ 75.81% പോളിംഗ് രേഖപ്പെടുത്തി. കൂത്തുപറമ്പിൽ 78% മുകളിലാണ് പോളിംഗ്. പയ്യന്നൂരിലും 78% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തലശ്ശേരിയിൽ തുടക്കം മന്ദഗതിയിലായിരുന്നുവെങ്കിലും വൈകിട്ടോടുകൂടി ഉച്ചയ്ക്ക് ശേഷം വലിയ രീതിയിലുള്ള പോളിംഗ് നടന്നു. അങ്ങനെ അവിടെയും 72%-ഓളം പോളിംഗ് എത്തിയിട്ടുണ്ട്. ശ്രീകണ്ഠാപുരം നഗരസഭയിൽ ഇത്തവണ വലിയ വാശിയേറിയ പോരാട്ടമാണ് നടന്നിട്ടുള്ളത്. UDFന്റെ കൈവശമുള്ള ആ ശ്രീകണ്ഠാപുരം നഗരസഭ പിടിച്ചെടുക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രചരണം LDF നടത്തിയിരുന്നു. അങ്ങനെ അവിടെയും പോളിംഗ് ശതമാനത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. 73.51 എന്നുള്ളത് ഔദ്യോഗിക കണക്ക്. 75% മുകളിലേക്ക് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പാനൂരിൽ പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളത് മറ്റൊരു സവിശേഷമായ കാര്യം. UDF ഭരിക്കുന്ന നഗരസഭയാണ് പാനൂർ. അവിടെ 67%-ഓളമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇരിട്ടിയിൽ വലിയ പോളിംഗ് നടന്നിരിക്കുന്നു. അവിടെ 80% മുകളിലാണ് പോളിംഗ്. ഈ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും അധികം പോളിംഗ് നടന്നിട്ടുള്ളത് ആന്തൂർ നഗരസഭയിലാണ്. CPMന്റെ ഉരുക്കുകോട്ട. അതോടൊപ്പം തന്നെ 5 പേർ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ആന്തൂർ നഗരസഭയിൽ വലിയ പോളിംഗ് നടന്നിരിക്കുന്നു. 88%-ഓളം പേർ പോളിംഗ് 88%-ഓളം എത്തും അവിടുത്തെ പോളിംഗ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ബ്ലോക്ക് പഞ്ചായത്തുകളിലും കനത്ത പോളിംഗ് തന്നെ നടന്നിട്ടുണ്ട്. പയ്യന്നൂർ ബ്ലോക്കിൽ 78% മുകളിലാണ് പോളിംഗ്. കല്യാശ്ശേരിയിൽ 76%, തളിപ്പറമ്പിൽ 78%, ഇരിക്കൂറിൽ 76%, കണ്ണൂർ 73%, എടക്കാട് 76.55, തലശ്ശേരി 77.64, കൂത്തുപറമ്പ് 77.12, പാനൂർ 76%, ഇരിട്ടി 77%, പേരാവൂർ 75% എന്നിങ്ങനെയാണ് ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും താരതമ്യേന വലിയ പോളിംഗ് നടന്നിട്ടുണ്ട്. എല്ലാ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും 70% മുകളിലേക്ക് പോളിംഗ് പോയി. മയ്യിൽ ഡിവിഷനിലും വലിയ പോളിംഗ് നടന്നിട്ടുണ്ട്. ഏതാണ്ട് 75%-ഓളം പോളിംഗ് മയ്യിൽ ഡിവിഷനിൽ നടന്നിട്ടുണ്ട്. അവിടെ വലിയ പോളിംഗ് നടന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെയാണ് ഈ വോട്ടെടുപ്പ് ഇപ്പോൾ സമാധാനപരമായി തന്നെ അവസാനിപ്പിക്കുകയാണ്. ഒറ്റപ്പെട്ട ചില അക്രമം എന്ന് പറയാൻ കഴിയില്ല. ചില കശപിശകൾ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഈ 6 മണി വരെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പോളിംഗ് ശതമാനത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വരും. അന്തിമ പോളിംഗ് ശതമാനം ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം മാത്രമേ ലഭ്യമാക്കാൻ കഴിയുകയുള്ളൂ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ശനിത്ത് മനോജ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾ വെച്ചു പുലർത്തുകയാണ് എല്ലാ മുന്നണികളും. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തന്നെ പറയുകയുണ്ടായി വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് ഉണ്ടാകുക എന്ന് പറഞ്ഞു. അതേസമയം UDFൻ്റെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞു UDFൻ്റെ മികച്ച വിജയമായിരിക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുക. എത്രത്തോളം വിജയപ്രതീക്ഷ മുന്നണികൾ ഈ തെരഞ്ഞെടുപ്പിൽ വെച്ചു പുലർത്തുന്നുണ്ട്?
ശ്രീജിത്ത്, വലിയ രാഷ്ട്രീയ പോരാട്ടം ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് പ്രാദേശിക വിഷയങ്ങളാണ് സ്വാഭാവികമായും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാറുള്ളത്. പക്ഷേ ഈ പ്രാദേശിക വിഷയങ്ങൾ ചർച്ചയായെങ്കിൽ കൂടി അതിനപ്പുറം സംസ്ഥാന രാഷ്ട്രീയം വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ രണ്ട് ഭാഗങ്ങളായാണ്, രണ്ട് ഘട്ടങ്ങളായാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അത് ആദ്യഘട്ടത്തിൽ അടൂർ പ്രകാശിന്റെ ഒരു പ്രസ്താവന, അതായത് നടൻ ദിലീപുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന, അതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിവാദങ്ങൾ ഉണ്ടായി. ദിലീപിന് നീതി ലഭിച്ചു എന്നുള്ള രീതിയിൽ അടൂർ പ്രകാശ് പറഞ്ഞത് വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആ പ്രസ്താവനയ്ക്ക് ശേഷം അത് UDF-ന് തിരിച്ചടിയാകുമോ എന്ന ഒരു ഭയം നേതാക്കൾക്ക് ആകെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. അപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തന്നെ സ്വയം കുഴിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രസ്താവന നടത്തുന്ന സാഹചര്യം ഉണ്ടായി. അതായത് ഈ വെൽ ഡ്രാഫ്റ്റഡ് ആയുള്ള ഒരു പരാതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായത്. ഒരു രാഷ്ട്രീയ പ്രേരിത പരാതിയാണ് ഈ രണ്ടാമത്തെ പരാതി എന്ന് പറഞ്ഞുകൊണ്ട് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നടത്തിയ ആ പ്രസ്താവന, അത് വലിയ രീതിയിൽ കോൺഗ്രസിൽ വീണ്ടും പൊട്ടലും ചീറ്റലും ഉണ്ടാക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ഈ പ്രസ്താവനയെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തള്ളുന്ന ഒരു സാഹചര്യം. അതായത് പ്രതിപക്ഷ നേതാവ് പറയുന്നു വെൽ പ്ലാൻഡ് ആയിട്ട്, അല്ലെങ്കിൽ ഇത്തരം പരാതികളൊക്കെ നൽകുമ്പോൾ വെൽ പ്ലാൻഡ് ആയിട്ട് തന്നെ പരാതി നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് KPCC അധ്യക്ഷനെ തള്ളുന്ന ഒരു സാഹചര്യം കോൺഗ്രസിൽ തന്നെ ഉണ്ടായി. അതായത് ഈ വിഷയം ഒന്ന് കെട്ടടങ്ങി വന്നപ്പോൾ വീണ്ടും അത് ചർച്ചയാക്കി എന്നുള്ളത് കോൺഗ്രസിന് വലിയ തിരിച്ചടി. അതിൽ ഒരു ഗോളടിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത്. ഇങ്ങനെ സ്ത്രീ ലംബടന്മാരുടെ ഈ വാക്കുകൾക്കൊക്കെ എന്ത് പറയാൻ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചടിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ ഇന്ന് കാണുകയുണ്ടായി. അങ്ങനെ ആ വിഷയം വലിയ തോതിൽ ചർച്ച, അതായത് രാവിലെ 10 മണി മുതൽ വലിയ രീതിയിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ചർച്ചയായി അത് മാറുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ സംസ്ഥാന രാഷ്ട്രീയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. അതിൽ ഈ പൊതുവായ നാട്ടിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക എന്നതിനപ്പുറം സംസ്ഥാന രാഷ്ട്രീയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായി മാറി. അതിൽ സ്വർണ്ണക്കൊള്ളയുണ്ട്, രാഹുൽ മാങ്കൂട്ടം വിഷയമുണ്ട്. ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ജയിലിൽ കഴിയുന്നു. അതിൽ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് LDF-ന്റെ ഒരു സർക്കാർ അല്ലെങ്കിൽ ഇങ്ങനെ ഈ അന്വേഷണം മുന്നോട്ട് പോകുമോ, ഇങ്ങനെയുള്ള ആളുകൾ ജയിലിൽ ഉണ്ടാകുമോ എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് അതിനെ ഒരു പ്രതിരോധം തീർക്കുന്ന ഒരു സാഹചര്യമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അങ്ങനെ സംസ്ഥാന രാഷ്ട്രീയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കുക എന്നതിന്റെ ഒരു സാമ്പിൾ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത്തരം വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം BJP നിർണായകമായ ഒരു ഘടകമായി മാറുമോ എന്ന ഒരു സംശയം. അതായത് അവർ പിടിക്കുന്ന വോട്ടുകളാണ് ഇരു മുന്നണികളുടെയും ജയപരാജയങ്ങളെ നിർണയിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് BJP ഏത് ചേരിയിൽ നിന്ന് വോട്ട് ചോർത്തും എന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന, അല്ലെങ്കിൽ ഇരു മുന്നണികളുടെയും ഒരു നെഞ്ചിടിപ്പുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് BJPക്ക് ലഭിക്കുന്ന വോട്ട്. അവർ ഉറപ്പായും BJP പറയുന്നുണ്ട് വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വർധനവ് ഉണ്ടാകും. 25% എന്നതാണ് അവരുടെ ഒരു ടാർഗറ്റ് തന്നെ. ആ ടാർഗറ്റിലേക്ക് 25%, സംസ്ഥാനത്താകെ 25% വോട്ടിലേക്കൊക്കെ BJP പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഷിനിത്, BJPക്ക് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷമുള്ള ഒരു ആദ്യ തെരഞ്ഞെടുപ്പായിരിക്കാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ മികച്ച അതെ അത് തന്നെയാണ്. അപ്പൊ രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു പ്രസ്റ്റീജ് കൂടിയാണിത്. അദ്ദേഹം വികസിത കേരളം എന്ന് പറഞ്ഞുകൊണ്ട് മാറാത്തതും മാറും എന്ന ഒരു ടാഗ് ലൈനോട് കൂടി BJP വലിയ തോതിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി. അപ്പോൾ അവർ പിടിക്കുന്ന വോട്ട് അത് നിർണായകമാണ്. ഏത് തലത്തിലാണ് ആ വോട്ട് ചോരുക, എങ്ങനെയാണ് ആ വോട്ട് പ്രതിഫലിക്കുക എന്നത് വളരെ നിർണായകമാകാൻ പോവുകയാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നതും BJP പിടിക്കുന്ന വോട്ട് തന്നെ. അവർ പറയുന്നതനുസരിച്ചുള്ള ഒരു വോട്ട് BJP പിടിക്കുകയാണെങ്കിൽ ഇരു മുന്നണികളെയും അത് ഏത് രീതിയിൽ ബാധിക്കും? സ്വാഭാവികമായും അതിൽ ഭയപ്പെടുന്നത് UDF തന്നെയാണ്. UDF പക്ഷത്തേക്ക് ആ വോട്ടുകൾ വലിയ രീതിയിൽ ചോരുന്ന, UDF പക്ഷത്ത് നിന്ന് ആ വോട്ടുകൾ വലിയ രീതിയിൽ ചോരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കും എന്ന് തന്നെയാണ്
UDF ഭയക്കുന്നത്. പക്ഷേ ഈ ശബരിമല വിഷയമൊക്കെ ഉള്ളതുകൊണ്ട് CPM-ൽ നിന്ന് LDF-ൽ നിന്ന് ആ വോട്ട് ചോരും എന്ന ഒരു പ്രതീക്ഷ UDF-നുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ഈ ശബരിമല വിഷയമൊക്കെ വലിയ രീതിയിൽ ചർച്ചയാക്കി വന്നത് UDF ആണ്. ആ UDF അത്തരത്തിൽ BJPയെ കടത്തിവെട്ടിക്കൊണ്ടാണ് ഈ ശബരിമല വിഷയം സജീവമായി നിലനിർത്താൻ, അതായത് മറ്റ് വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ ഈ ശബരിമല വിഷയങ്ങൾ നമ്മൾ നേതാക്കന്മാരെ വാർത്താ സമ്മേളനത്തിലൊക്കെ കാണുമ്പോൾ അവരാദ്യം നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം ചോദിക്കുമ്പോൾ തിരിച്ച് ശബരിമല വിഷയം എടുത്ത് ഇങ്ങോട്ടേക്ക് പറയുന്ന രീതിയിൽ, അതായത് രാഹുൽ മാങ്കൂട്ടം വിഷയം മറക്കുന്നതിന് വേണ്ടി വലിയ രീതിയിൽ ഈ ശബരിമല വിഷയം മാധ്യമങ്ങൾ ചോദിക്കാതെ തന്നെ ഇങ്ങോട്ടേക്ക് പറയുന്ന ഒരു സാഹചര്യമൊക്കെയാണ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായത്. VD സതീശനോടൊക്കെ രാഹുൽ മാങ്കൂട്ടം എന്ന് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹം ശബരിമല വിഷയമാണ് ഇങ്ങോട്ടേക്ക് പറയുക. അങ്ങനെ ആ രീതിയിൽ ശബരിമല വിഷയം സജീവമായി നിലനിർത്താനുള്ള ഒരു ശ്രമം ഇവരുടെ ഭാഗത്ത് നിന്ന് UDF-ന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. BJPയെ കടത്തിവെട്ടിക്കൊണ്ടുള്ള ഒരു പ്രചരണം ആ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട്. അത് ഈ ഹിന്ദു വോട്ടുകളിൽ വലിയ തോതിൽ ഒരു വിള്ളൽ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് UDF അത്തരത്തിലുള്ള ഒരു പ്രചരണം ഏറ്റെടുത്തതും പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിയതും. ഷിനിത്.